ടെർബോ സിനിമ, മാന്താകിനി, തലവൻ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ്സ് ആണ് വീഡിയോ സംസാരിക്കാൻ പോകുന്നില്ല. ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിറ്റി യൂട്യൂബ് ചാനൽ. ആദ്യ അപ്ഡേറ്റ് ടെർബോ സിനിമയിൽ 4 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ്. ആദ്യ ദിവസത്തെ കളക്ഷൻ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. സിനിമയുടെ 4ാം ദിവസത്തെ കളക്ഷൻ തന്നെ ഞാൻ എടുത്ത് പറയാം. 4.26 കോടിയാണ് സിനിമ കേരളത്തിന് 4ാം ദിവസം ഞായറാഴ്ച ദിവസം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ സിനിമ 17.95 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഭീഷ്മപർവത്തിന് ശേഷം നല്ലൊരു മികച്ച സിനിമയും കൂടിയാണ് ഈ സിനിമയായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസത്തെ 24 മണിക്കൂറിൽ സിനിമയുടെ 95 ടിക്കറ്റ്സും ആണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് ഇതുവരെയായിട്ട് ഇപ്പോൾ 21.2 കോടിയുടെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല 5ാം ദിവസത്തെ കളക്ഷൻ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. 5 ദിവസത്തെ ഓൾമോസ്റ്റ് 1.10 കോടിൻ്റെ മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഞായറാഴ്ച ദിവസത്തിന് ശേഷമുള്ള തിങ്കളാഴ്ച സിനിമയ്ക്ക് നല്ലൊരു ഓപ്പണിംഗ് ലഭിക്കട്ടെ എന്ന് കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ വിപിൻ ദാസിൻ്റെ. സിനിമയുടെ കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 11ാമത്തെ ദിവസം തിയേറ്ററുകളിൽ നിന്ന് 2.39 കോടിയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല സിനിമേൻ്റെ ഇതുവരെയുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 34.8 കോടിയാണ്. 11ാമത്തെ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 41.4 കോടിയാണ് സിനിമ ഇന്ത്യൻ ഗ്രോസിൽ നിന്ന് 11 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നാണെങ്കിൽ സിനിമയ്ക്ക് 34.8 കോടി. ടോട്ടൽ 11 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 71.40 കോടിയുടെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമ എന്തായാലും നിസ്സാരമായിട്ട് 100 കോടിയിൽ എത്തുമോ എന്നുള്ളത് വലിയൊരു സംശയമായൊരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും സിനിമയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ നിസ്സാരമായിട്ട് രാജുവേട്ടൻ്റെ അടുത്തൊരു 100 കോടി സിനിമയും കൂടിയും ആവാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ. എന്തായാലും സിനിമ ഈ ഒരാഴ്ച അവസാനത്തോടെ സിനിമ എന്തായാലും 75 കോടി കംപ്ലീറ്റ് ചെയ്യുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ മാന്താകിനി എന്ന് പറഞ്ഞ ഫാമിലി എൻ്റർടൈനർ സിനിമയുടെ അപ്ഡേറ്റ് ആണ് കളക്ഷൻ. 24ാം തീയതിയായിരുന്നു സിനിമ തിയേറ്റർ റിലീസ് വന്നത്. തലവൻ്റെ കൂടെ ക്ലാഷ് റിലീസായ സിനിമ വന്നത്. സിനിമേൻ്റെ 3ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 28 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 3ാം ദിവസം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെയായിട്ട് സിനിമയുടെ കളക്ഷൻ വൈസ് ആയിട്ട് നോക്കുമ്പോൾ സിനിമയ്ക്ക് 1 കോടിയുടെ അടുത്ത് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 1 കോടി കടന്നിട്ടുണ്ട് നമ്മുടെ മാന്താകിനി എന്ന് പറഞ്ഞ മലയാള സിനിമ. അത്യാവശ്യം നല്ലൊരു ഫാമിലി ഓഡിയൻസിൽ ടാർഗറ്റ് ചെയ്ത് വന്ന സിനിമയും കൂടിയാണ്. അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് സിനിമ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ പോലും സിനിമയ്ക്ക് 1 കോടിൻ്റെ മുകളിലും നല്ല ഡെയിലി കളക്ഷൻ കാണാൻ സാധിക്കുന്നു. 1 കോടിന് താഴെ എന്നാലും സിനിമ ഇപ്പോൾ ഏകദേശം 1 കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. എന്തായാലും സിനിമ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിട്ട് കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക്. അടുത്ത നമ്മുടെ ജിസ് ജോയി ഡയറക്ഷനിൽ വന്ന സിനിമയാണ് തലവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിജു മേനോൻ ആസിഫ് അലി സിനിമ. സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റെസ്പോൺസാണ് സിനിമ നേടിയെടുക്കുന്നത്. സിനിമേൻ്റെ 3ാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ 86 ലക്ഷമാണ് സിനിമ 3ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല സിനിമേൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ വൈസായിട്ട് നോക്കുമ്പോൾ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.55 കോടി സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് വീക്കെൻഡിൽ നിന്ന്. എന്തായാലും സിനിമ 5 കോടിയിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും നമ്മുടെ അനീഷ് പിൻ കണ്ടെത്തുന്നു പറഞ്ഞ ടൊവിനോ തോമസ് സിനിമയിലെ പോലെ ആവാതിരിക്കട്ടെ തലവൻ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ജിത്തു ജോസഫിന് സിനിമ ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ സിനിമ വേറെ ലെവലാവുന്ന വരെ സിനിമ റിവ്യൂ പറഞ്ഞവർ പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.